ഹായ് ആടി വരുന്നതിന് ശേഷം വീഡിയോ ഇട്ടില്ല കേട്ടോ. എന്താണ് അറിയുമോ, ആടി വരാനായിട്ട് വൈകുന്നേരം ഉണ്ടല്ലോ, ആ വീഡിയോ ഇട്ട് കുറച്ച് നേരത്തിനുള്ളിൽ പാർട്ട് 2 വീഡിയോ ഒക്കെ വരുമ്പോൾ മറ്റേ വീഡിയോ ഒക്കെ ഇട്ടുണ്ടായിരുന്നു. വൈകുന്നേരത്തുണ്ടല്ലോ എന്താ അപ്പൂന്നിക്ക് സ്കൂൾ പോയാൽ കണ്ട എന്താ കുറച്ച് കാല് പോയി കാണിക്കപ്പോ കണ്ട 5 സ്റ്റിച്ച് ഇട്ടുണ്ട് കേട്ടാ. അപ്പു വീണിട്ട് മുറിവായ കാരണം 2 ദിവസമാണ് നല്ല വേല, കരച്ചിൽ വീഡിയോ ഒന്ന് ഇടയിൽ എടുക്കാനും വിടാനും ഒന്നും നോക്കിയില്ല. എന്താ ഞാനല്ല അമ്മ തന്നെ നോക്കിക്കൊണ്ടിരുന്നത്. എന്നാലും നമ്മൾ വീഡിയോ ഇട്ടില്ല കേട്ടാ. ഇതാ അപ്പൂന്നിക്ക് ഇന്നലെ വൈകുന്നേരം മുതൽ കുറച്ച് വേദന കുറവായിട്ടുണ്ട്. ഒന്നരാൾ ഡ്രസ്സിങ് ചെയ്യാൻ പോകണം. 10 ദിവസം കഴിഞ്ഞിട്ട് തന്നെ മറ്റേ സ്റ്റിച്ച് എടുക്കണം പറഞ്ഞിട്ട് കേട്ടാ. 5 സ്റ്റിച്ച് ഇട്ടുണ്ട്. എത്ര എണ്ണം അപ്പു? പിന്നെ അപ്പൂന് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടല്ലോ, സ്റ്റിച്ച് ഇടാൻ പോയിട്ടുണ്ടല്ലോ. അവിടെ പോയി ഇരിക്കുമ്പോ അപ്പ മാത്രം കരയാ, എല്ലാവരും കരയാണ് കേട്ടാ. അമ്മ കരയുന്നത്, ഞാൻ കരഞ്ഞതാ. അപ്പൂ ഉണ്ടല്ലോ ഒരു ഇഞ്ചക്ഷൻ കൂടെ കുത്തു കേട്ടാ. അവനെ ഇഞ്ചക്ഷൻ കൊണ്ടുപോകാൻ കണ്ടാല് പെട്ടയ്യവൻ. ഓരോ ഹോസ്പിറ്റലിൽ 2 ഹോസ്പിറ്റലിൽ 3 ഹോസ്പിറ്റലിൽ പോയിട്ടാണ് സ്റ്റിച്ചിട്ടത് കേട്ടാ. വിട്ടേ ഇല്ല, ഇഞ്ചക്ഷൻ കൂടെ കുത്താൻ അയക്കില്ലല്ലേ. അപ്പോ ഇഞ്ചക്ഷൻ എവിടെ കുത്തി? അതിപ്പോ ഫസ്റ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് പറയില്ല 2 ഡിക്കിയിൽ കെട്ടിയിട്ടുണ്ട് കേട്ടാ. അങ്ങനെ എങ്ങനെയൊക്കെ അമുത്തി പിടിച്ച് സ്റ്റിച്ചിട്ട് കേട്ടാ. സ്റ്റിച്ചിട്ട് വരുമ്പോഴേക്കും പെട്ട പാടുണ്ടല്ലോ. അപ്പൊ ഇപ്പോഴും ഡ്രസ്സിങ് ചെയ്യാൻ പോകുമ്പോണ്ടല്ലോ 10ഓടെ കത്താണ്. ഇനിയും സ്റ്റിച്ചിടുക പറഞ്ഞിട്ട് ഇനി തുന്നാപ്പോ അത് ഇനിയും തുന്നാൻ വിടില്ല അവൻ. അത്രയ്ക്ക് അനുഭവമായിട്ട് കേട്ടാ. എന്നൊക്കെയാണ് ശരിക്ക് ഇഞ്ചക്ഷന്റെ കാര്യം അന്നൊക്കെയാണ് അറിഞ്ഞത് കേട്ടാ. പിന്നെ കുട്ടികളിനെയൊക്കെ നോക്കി നടക്കുക ഒരു വലിയ ആരും നോക്കിയില്ല എന്നൊന്നുമല്ല കേട്ടാ. അവൻ പോയി പെട്ടെന്ന് കാല് വഴുക്കിയതാണ്. വഴുക്കി അവൻ തന്നെ എടുത്തു, തിരിഞ്ഞു വിളിക്കും അവൻ എടുത്തു കേട്ടോ. ഒറ്റയ്ക്ക് പെട്ടെന്നൊന്നുമല്ല. എന്നാലും എങ്ങനെ പറ്റിപ്പോയി സംഭവം കേട്ടാ. അതാണ് 2-3 ദിവസം വീഡിയോ വരാണ്ടായത്. ഓക്കെ, കുട്ടികളുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക എല്ലാരും. അല്ല ഇത് എവിടെ വീണത്? അവിടെ പറഞ്ഞത് ബാത്റൂമിൽ പോയതാണ്. ബാത്റൂമിനുള്ളിൽ പോയിട്ട് മറ്റേ വെള്ളമുണ്ടല്ലോ, കുറച്ച് കാല് വഴുക്കി വിട്ടതാണ് കേട്ടാ. വഴുക്കിയതും കാല് ഉള്ളിലിട്ട് പെട്ടെന്ന് വലിച്ചപ്പോണ്ടല്ലോ സൈഡിലുണ്ടല്ലോ ബാത്റൂമിന്റെ അടിയിൽ, അതങ്ങ് തീർച്ച വിട്ടതാണ് കേട്ടാ. പിന്നെ നോക്കേണ്ടത് ഞങ്ങൾ വെളിയിൽ തന്നെ ഉണ്ടായിരുന്നു. ആ പെട്ടെന്ന് കാലെടുത്ത് കാരണം ആയതാണ്. എത്ര അകലമുണ്ട് മറ്റേ മുറിവുണ്ടല്ലോ, എത്ര നീളമുണ്ട്. ഉള്ളിലൊരു ദശ ഉള്ളിലൊന്ന് പോയ കാരണം സ്റ്റിച്ചിട്ട് തന്നെ ആകണം പറഞ്ഞിട്ട് സ്റ്റിച്ചിട്ടതാണ് കേട്ടാ. അങ്ങനെ എല്ലാവരും ബാത്റൂമിൽ പോകുമ്പോൾ കുട്ടികളെ ശ്രദ്ധിക്കുക. കുട്ടികളോട് പ്രത്യേകിച്ച് പറയട്ടാ.